ഉടമ്പടിയിലാണ് അപ്ഡേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഓരോ ചൊവ്വാഴ്ചയും ഉടമ്പടിയെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയുള്ളവനാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ പങ്കെടുക്കുന്ന ഉടമ്പടി ധ്യാനത്തിലൂടെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അങ്ങയോട് ചെയ്ത ഉടമ്പടി പാലിക്കുവാനും അർത്ഥവത്തായി പാലിക്കുവാനും അതിൽ നിലനിൽക്കുവാൻ ആവശ്യമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങളുടെ കർണപുടങ്ങളെയോ കണ്ണുകളെയും ഇന്ദ്രിയങ്ങളെയും ആത്മാവിനെയും അഭിഷേകം ചെയ്യണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഈ ശുശ്രൂഷകളെല്ലാം മാധ്യസ്ഥം വഹിക്കുവാൻ അനേകായിരങ്ങള് അവരുടെ കണ്ണീരിന്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയിലെ ആശ്രയിക്കുന്ന എല്ലാവരുടെയും നാനാജാതി മതസ്ഥരുടെ എല്ലാ കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടല് ഉറപ്പുവരുത്തുവാൻ അപേക്ഷണീയമായ വിശ്വസ്തതയാ ഞങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. കർത്താവേ, ഉടമ്പടി ധ്യാനത്തിലൂടെ പൂർണ്ണമായിട്ടും അനുഗ്രഹം കിട്ടുവാൻ ഞങ്ങളെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ നിറവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ ശബ്ദ ക്രമീകരണങ്ങളെയും ഓൺലൈനിൽ പോകുമ്പോൾ ആവശ്യമായ നെറ്റ്വർക്ക് സംവിധാനങ്ങളെയും അത് ഗുണഭോക്താക്കളായി കേൾക്കുന്നവരെയും ഉടമ്പടി ധ്യാനത്തിലെ ഓൺലൈനായി പങ്കെടുക്കുന്നവരെയും വിവിധ രാജ്യങ്ങളിലെ അവരുടെ വ്യത്യസ്തമായ ജീവിത ഭാരങ്ങളുമായി അമ്മയുടെ ഉടമ്പടി മാധ്യസ്ഥത്തിലെ യേശുവിലെ ആശ്രയം വെക്കുന്ന സർവമാന ജനങ്ങളെ യേശുവിന്റെ തിരുമുറുവാർന്ന വലതുകരത്തിന്റെ ആശീർവാദം അടിപ്പിണർ പോലെ ദൈവിക ശക്തി ധ്യാനം കൂടുന്ന നിമിഷവും ആർക്കും ലഭിക്കുവാൻ അഭിഷേകം നൽകണമേ. കർത്താവായ ദൈവമേ, എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രോഗങ്ങളെയും അതനുഭവിക്കുന്ന വേദനകളെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ എവിടെയായിരുന്നാലും ഒരു രോഗത്തിന് രക്തം പിടിയും കിട്ടാത്ത എല്ലാ അവസ്ഥകളെയും കണ്ടുപിടിക്കുന്നതിനായി ചികിത്സിക്കുന്ന ശങ്കരന്മാരുടെ മേൽ കർത്താവിന്റെ അഭിഷേകം ചൊരിയട്ടെ. അനേകം മക്കളാണ് ഈ പ്രാർത്ഥനയിൽ ഇപ്പോഴും ആശ്രയം വെച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ഓൺലൈനിൽ കൂടാൻ പോകുന്നത്. അവരുടെ എല്ലാം മുഖത്ത് മുഴുവൻ കണ്ണുനീര് ഇങ്ങനെ തളം കെട്ടി നിൽക്കിയിരിക്കും. അവരുടെ ശരീരം രോഗങ്ങളാൽ വേദനപ്പെട്ടിരിക്കുകയായിരിക്കും. അവരുടെ ജീവിതവും ശരീരവും ഹൃദയവും ഒക്കെ വല്ലാത്ത പരവശ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഗതിമുട്ടി നിൽക്കിയിരിക്കും. അങ്ങനെ ഗതിമുട്ടി എല്ലാ തരത്തിലും തീർന്നുവെന്ന് ചിന്തിക്കുന്ന ജപ്തി നടപടികൾ, ബാങ്ക് നടപടികൾ, ഭവനത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥകൾ,
അവരുടെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളായി ആവശ്യമായ സമയത്ത് കൈ കിട്ടാത്തതിൻ്റെ ഉത്കണ്ഠകൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മനോവേദനകളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ പ്രൊഫഷണൽസ് ആശ്രയിക്കുന്ന ഒരു ആരാധനയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ ഒരു 100-300ഓളം എല്ലാ, അതായത് IELTS OIT-കാർ, MD വേണ്ടി എൻട്രൻസിന് പരീക്ഷ എഴുതാൻ പോകുന്നവർ, ഇവിടെയൊക്കെ പരീക്ഷ PSC പരീക്ഷ വരെ ഉണ്ട്. ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയ ആൾക്കാരുണ്ട്. അവരെല്ലാം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ടിന് വേണ്ടിയുള്ള കാലങ്ങളിലെല്ലാം ഈ ആരാധനയാണ് അവർക്ക് ആശ്രയം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ പ്രൊഫഷണൽസിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പരീക്ഷ എഴുതി കഴിഞ്ഞവരെ, എൻട്രൻസ് എഴുതി കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, അവരുടെ കഴിവിനേക്കാൾ ദൈവത്തിന്റെ കൃപയാൽ കർത്താവിന്റെ കാരുണ്യത്തിലെ അവരുടെ ജീവിതം നവീകരിക്കുവാനും അവരുടെ പരീക്ഷകളെ വിജയപൂർണമായി ചെയ്തുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ അടുത്ത പടിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് മുന്നേറുവാൻ അഭിഷേകം ചെയ്യണമേ. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ ഒരു ഏജ് ബാർ കഴിഞ്ഞ ആൾക്കാർ, അതിപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാനായാലും ശരി, കല്യാണം ഒത്തുവരാനായാലും ശരി, ഒരു ഏജ് ബാർ കഴിഞ്ഞവർ ആശ്രയിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയാണ്. കാര്യം ഉടമ്പടി പ്രാർത്ഥനയുടെ ഫ്രൂട്ട്സ് അതാ. കാര്യം ഇന്ന് വരെ നമ്മൾ കണ്ടിരിക്കുന്നത് 35 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ദൈവം ആ ഫയല് തിരിച്ചെടുക്കും. നിങ്ങൾക്ക് അത് ആവശ്യമാണെന്ന് കണ്ടാൽ കർത്താവ് അതായത് നിങ്ങൾ ഉപേക്ഷിച്ച് വിട്ടും വെച്ച് കളഞ്ഞ, ചിലപ്പോൾ മറന്നു പോയെന്ന് പറയാവുന്ന, പ്രാർത്ഥിച്ച് മറന്നു പോകുന്ന വിഷയങ്ങളില്ലേ, അതും ഉടമ്പടിയുടെ പരിധി വരുന്നതാണ്. പ്രാർത്ഥിച്ച് മനുഷ്യൻ മറന്നു പോകും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് കിട്ടാതെ വരുമ്പോൾ മറന്നു പോകും. പിന്നെ അത് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നത്തില്ല. ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. കാര്യം ഇത് പ്രാർത്ഥിച്ച് മനുഷ്യനിപ്പോൾ പ്രാർത്ഥിക്കാത്ത വിഷയം. കാര്യം എന്താണ്? പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ല. അതുകൊണ്ട് പിന്നെ പ്രാർത്ഥിക്കാതെയായി, പിന്നെ പ്രാർത്ഥിക്കാൻ മറന്നുപോയി, വിഷയവും മറന്നുപോയി. ഇങ്ങനെ 100 കൊല്ലമായിട്ട് മറന്നുപോയൊരു സബ്ജക്റ്റ് മാതാവ് ഈ ആഴ്ചയിൽ എടുത്തിട്ടുണ്ട്. 100 കൊല്ലമായിട്ട് അവർ ആ സബ്ജക്റ്റ് മറന്നുപോയി. പ്രാർത്ഥിച്ച് തലമുറകളെ പ്രാർത്ഥിച്ചതാണ്. തലമുറകളെ പ്രാർത്ഥിച്ച് മറന്ന കുറേ കാര്യങ്ങൾ ഉടമ്പടിയുടെ ഇത് ഞാൻ ഓർത്തില്ല ശരിക്കും. ഈ ഉടമ്പടി അമ്മ തരുമ്പോൾ ഇതിന് ഇത്രയും റേഞ്ച് ഉണ്ടെന്നറിയത്തില്ലായിരുന്നു. ഉടമ്പടിയുടെ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉപ്പൊക്കെ എഴുതാൻ പറയണത്. അപ്പോഴും എനിക്ക് ഉടമ്പടിയുമായിട്ട് ഉപ്പിന് കൊണോട്ടേഷൻ ഉണ്ടെന്ന് അറിയത്തില്ല, സത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ആ വഴിക്ക് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതിനകത്ത് തന്നെയാണ് അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ ഉടമ്പടി തൈലത്തെക്കുറിച്ച് പറയണത്. പക്ഷേ ഇപ്പോഴും അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയണത് തന്നെയല്ല, ഉടമ്പടിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാൻ പറഞ്ഞാലും ദൈവം ഓർത്തിരിക്കും. നിങ്ങളുടെ കാര്യം ഉടമ്പടി വെക്കാൻ മറന്നെന്ന് വിചാരിച്ചോ? തിരക്ക് കൊണ്ടോ ഇവിടെ വന്നപ്പോഴേ സിറ്റുവേഷൻസ് ഒന്ന് നിങ്ങളെ പ്രതീക്ഷനേക്കാൾ മോശമായ തിക്കും തിരക്കും അസ്വസ്ഥതയും, പിന്നെ നിങ്ങളുടെ തന്നെ ഉപവസിച്ചൊക്കെ നിശ്ചയിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ബോഡിയുടെ ഒരു വെല്ലുവിളികൾ എല്ലാം കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ മറന്നു പോകും. എങ്ങനെയെങ്കിലും വീട് പിടിച്ചാൽ മതിയെന്ന്, മഴയും വരികയാണെങ്കിൽ പണിയായിരിക്കും, എങ്ങനെയെങ്കിലും വീട് പിടിച്ചാൽ മതിയെന്നുള്ള ചിന്ത വന്നിട്ട് ചില കാര്യങ്ങൾ തിരക്കിൽ മറന്നുപോയാലും ഈ മണ്ണിൽ നീ ചവിട്ടിപ്പോയാൽ അത് തന്നെയാണ് ഗ്യാരണ്ടി. കാര്യം നിൻ്റെ കാര്യം കർത്താവ് ഓർത്തിരിക്കും. നിനക്കറിയാം എന്തിനാണ് നീ ഇവിടെ വന്നതെന്നൊക്കെ ദൈവത്തിന് അറിയാം. നീയാണ് മറന്നിരിക്കണത്. പക്ഷേ ദൈവം നിന്നെ മറന്നിട്ടില്ല, നിൻ്റെ ഒരു വിഷയങ്ങൾ. ഞാൻ ഇത് പറയാൻ കാര്യം വെച്ചാൽ
ഈ ദിവസങ്ങളിൽ ഡിൻസി എന്നും പറഞ്ഞ് ജിനോയാണ് സാക്ഷ്യം. ജിനോയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇരിങ്ങാലക്കുട രൂപത എന്ന് അവരുടെ ആ സ്ഥലത്ത് അവരുടെ പ്ലേസ് അതാണ്. അപ്പോൾ അവിടുന്ന് ജിനോ ഭർത്താവാണ് ഉടമ്പടി എടുത്തത്, പക്ഷേ ഭാര്യയാണ് സാക്ഷ്യം. ജിനോ ഇത് ജോലിക്ക് പോയെന്ന് തോന്നണം. അപ്പോൾ അവർ അവശേഷിക്കുന്ന ആൾ വൈഫാണ്. പക്ഷേ വൈഫും ഉടമ്പടിയോട് മാനസികമായിട്ട് ഒത്തിരിയേറെ അടുപ്പമുള്ള ആളാണ്. ഭയങ്കര അതാ സാക്ഷ്യം കേൾക്കുമ്പോൾ പറയാൻ വരും. അപ്പോൾ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തെങ്കിലും ഈ സാക്ഷ്യപ്പെടുത്തുന്നത് ഭാര്യയാണ്. അത് ഒരു ഒന്നൊന്നര സാക്ഷ്യമാണ്. അത് ഇവർ ഉടമ്പടി എടുത്ത പോലെയുള്ള ആത്മബന്ധത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ തന്നെ ഒക്കെ അഭിഷേകം തോന്നുന്നതിൻ്റെത്. അവരുടെ വിഷയം എന്ന് പറയണത് അവർ കുറച്ച് കാര്യങ്ങൾ ജിനോ ഉടമ്പടി വെച്ചു. പക്ഷെ ഉടമ്പടി വെച്ച് കഴിഞ്ഞിട്ട് ഇവർ പറയണത് ഇവിടുന്ന് പോകുമ്പോൾ അവർ വല്ലാത്തൊരു തണുപ്പ് അവർ നന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് എങ്ങനെയുള്ള തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാട്ടുപ്രദേശത്ത് പോയി നിൽക്കുമ്പോഴേ, അത് ഞാനും കുറേ കാട്ടി പോയിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാമോ, നിങ്ങളും പോയി കാണാം. അപ്പോൾ നമുക്ക് അറിയാൻ ഒരു പ്രകൃതിയുടെ ഒരു സ്വതസിദ്ധമായ നൈസർഗികമായ ഒരു സാന്ത്വനത്തിൻ്റെ ഒരു തണുപ്പുണ്ട്. ഇതിങ്ങനെ ഫീൽ ചെയ്യും ഇവർക്ക്. അത് മാതാവിൻ്റെ ഫീലിങ് ബൈ പേഴ്സൺ പ്രസൻസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ജാസ്മിൻ സ്മെല്ല് പോലുള്ള സ്മെല്ല് മാത്രമല്ല, കുറേ അധികം അത് പ്രസൻസ് വന്നാൽ അത് നമുക്കത് ഫീൽ ചെയ്യും. അമ്മ ഉണ്ട്, അമ്മ ലൈനിലുണ്ട്, അമ്മ കൂടെ ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ഇവർക്കൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പം തന്നെ അവർക്ക് മനസ്സിലായി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ഇവർ വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട് ഇവർ ഉടമ്പടി വെക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇവർ വല്ലാതെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. ഉടമ്പടി വെച്ചിട്ടില്ല ആ വിഷയം, പക്ഷെ അത് ചെയ്യൂ എന്നും പറയും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ 100 കൊല്ലമായി ഇവരുടെ ആ പ്രദേശത്ത് വെള്ളമില്ല. കാര്യം അപ്പനപ്പന്മാരുടെ കാലം മുതൽ തന്നെ വെള്ളം പാറക്കെട്ടാണ്, മലമുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്, പാറക്കെട്ടാണ്. പക്ഷെ ആ പ്രദേശം ചിരിങ്ങാലിക്കൂടെ വലിയ മലയൊന്നും ഇല്ലെന്നറിയാം, എന്നാലും ആ പ്ലേസ് മുഴുവനും ഇങ്ങനെ പാറക്കുന്നുകളുടെ ഇടക്കാണ് ഇവർ താമസിക്കുന്നത്. കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ വെള്ളമില്ല. ഇവർ വന്ന് വിലക്ക് മേടിക്കുകയോ അവർ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, ദിവസങ്ങളോളം വെള്ളമില്ലാതെ വിഷമിച്ചിട്ടുണ്ടെന്ന്. നമുക്കറിയാം ഈ കാലത്ത് ഈ കേരളത്തിൽ ദിവസങ്ങളോളം വെള്ളമില്ലാതെ വിഷമിക്കുന്നത് വിഷമം തന്നെയാണത്. പക്ഷേ ഇതാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം. ഇവർ ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇവർ ശാശ്വതമായി അവർക്ക് പരിഹരിക്കേണ്ട ഒരു വിഷയം വെള്ളമാണെന്നുള്ളത്. പക്ഷെ അവരിങ്ങനെ നടന്നിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ വരണ്ട കരിമ്പാറയുടെ അകത്ത് ആണ് താമസിക്കുന്നത്. അവിടെ നിന്ന് വെള്ളം ഇവിടെ നിന്ന് കിട്ടാനാണ് അവർ പണ്ടൊക്കെ ട്രൈ ചെയ്തതാണ്. എല്ലാവരും ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആ ദേശത്തുള്ള ആൾക്കാർ തന്നെ ട്രൈ ചെയ്തതാണ്. ഇപ്പം നാട്ടിൻപുറത്ത് താമസിക്കുന്നവർ ഈ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ അടുത്ത വീട്ടിൽ കുഴക്കണം കുളിക്കുമ്പോൾ വെള്ളം കിട്ടണം കാണാം. പക്ഷെ ഇതങ്ങനെയല്ല, ആ ലൊക്കാലിറ്റി മൊത്തം വെള്ളമില്ല. അപ്പം പക്ഷെ മാതാ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെ കുഴൽക്കിണർ കുഴിക്കാൻ പറയുന്നുണ്ട്. പഴുത് കുഴിച്ചൊക്കെ അവിടെ കിടപ്പുണ്ട്, 10-500 അടി ഒക്കെ ഉള്ളത് ഒക്കെ കിടപ്പുണ്ട്, കാര്യമില്ല, വെള്ളമില്ല അവിടെ. പക്ഷേ ഇവർക്ക് ഇത് രണ്ടാമത് ഇങ്ങനെ കുഴിക്കാൻ പറയും. അങ്ങനെ ഇവർ നല്ല ആന്തരിക ബോധ്യം കിട്ടും ഈ വിഷയങ്ങൾ. എല്ലാത്തിനും ഈ ആന്തരിക ബോധ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇന്നത് ചെയ്യൂ, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഉപദേശിക്കുമെന്ന് അല്ലേ, ഞാൻ നിൻ്റെ ഇതിന് ആന്തരിക ബോധ്യം എന്ന് പറയും. ഇപ്പം നീ എന്തിനു പഠിക്കണമെന്ന് നിനക്കറിയാൻ പാടില്ലെന്ന് വിചാരിച്ചു. എന്തിനു പഠിക്കണമെന്ന് അറിയത്തില്ല. ഇനി എന്താ പഠിക്കേണ്ടത്, എന്താ എൻ്റെ കരിയർ എന്നറിയത്തില്ല. ഞാൻ എന്താണ് ഇനി എവിടെയാണെന്ന്, ഇവിടെ നാട്ടിൽ പഠിക്കണോ, PSC എഴുതണോ, അത് രാജ്യം വിട്ട് പോകണോ, നമുക്കൊരു ഐഡിയയും ഇല്ല. ഈ ഒരു ഐഡിയയും ഇല്ലാത്ത ടാബുല റാസ എന്ന് പറയുന്ന ഈ സിറ്റുവേഷൻസിലെ അതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കുക. നിനക്ക് ഐഡിയ ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചം നിനക്ക് ജീവിതത്തെക്കുറിച്ച് ഐഡിയ ഉണ്ടാകുന്നത്, ഇന്നത് പഠിക്കണം, ഇന്നത് ചെയ്യണം, ഇന്ന സ്ഥലത്ത് താമസിക്കണം, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നിനക്കൊരു ഐഡിയ ഉണ്ടാകുന്നത് സിൽവർ ആണെങ്കിൽ നിനക്കൊരു ഐഡിയ ഉണ്ടാകാതിരിക്കുന്നത് ഗോൾഡാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിനക്കൊരു ഐഡിയ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ളത് സിൽവർ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ഐഡിയയും ഇല്ല നിൻ്റെ ജീവിതത്തെക്കുറിച്ച്. ഇപ്പോൾ 11 പ്രാവശ്യം IELTS എഴുതി, അതുകൊണ്ട് മറ്റു പരീക്ഷകളൊന്നും എഴുതാനും ഒത്തില്ല. നമ്മൾ ഈ വാഴ പോത്ത് കുലച്ച പോലെ കുലയ്ക്കുക. ആലപ്പുഴ പാർട്ടിയുടെ വർത്തമാനമാണിത്. വാഴ ഒന്നുമില്ലാതെ കുലക്കത്തില്ലേ, അതിനിവിടെ പോത്ത് കുലക്കണമെന്നാണ് പറയണത്. അപ്പം അതുപോലെ ഈ സംഭവം ഒന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെ ഒരു ഐഡിയയും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ബ്ലാങ്ക് കോളം മുഴുവനും ഉടമ്പടിയിൽ അമ്മേ ജീവിതത്തിന് ഐഡിയ ഇല്ല, ഉടമ്പടി ചെയ്തു പോയ ആളാണെന്ന് വിചാരിച്ചോ,
അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ 6 ഞാനത് വെച്ചില്ലല്ല എന്ന് നിങ്ങൾ പറയരുതേ. കാര്യം ഉടമ്പടി ഒരു രീതി എന്ന് പറയുന്നത് ഉടമ്പടി ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എപ്പോഴും വെക്കാം. മനസ്സിലായില്ലേ? ഉടമ്പടിയാണല്ലോ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദൈവവുമായിട്ട് ഒരു റിലേഷനാണ്. ഇപ്പം നമ്മളൊരു വണ്ടിയെ കയറി, വണ്ടിയിൽ 6 സീറ്റല്ലല്ലേ, എത്രയോ സീറ്റ് കാണും ഇല്ലേ? വണ്ടിയെ കയറുന്നതാണ് പ്രശ്നം. വണ്ടിയെ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാക്സിമം നിനക്ക് ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും. ആ ഉടമ്പടിയുടെ ഒരു പ്രത്യേക സാധ്യതയാണത്, നല്ല വലിയ സാധ്യതയുള്ളതാണ്. അതായത് നമ്മൾ പറയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കാൾ നേരത്തെ സംഭവിക്കും. കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ വാക്ക് തന്നെ ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ അത് കവനൻ്റ് എന്ന് പറയും. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ കവനൻ്റ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഭാഷ ഉണ്ടല്ലോ, ബൈബിളിലെ ഭാഷ, ഹെബ്രായ ഭാഷ അല്ലെങ്കിൽ ഹീബ്രു, അതിനെ ബെർത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ റിലേഷൻ എന്ന അർത്ഥം, റിലേഷനാണ്. നീ ഉടമ്പടി ചെയ്യുമ്പോൾ ആരെ കാര്യം വെച്ചിട്ട് അഫ്സൽ പുരാണിൻ്റെ അല്ലെങ്കിൽ യുദാസ് പുരാണിൻ്റെ പെട്ടി കൊണ്ടുവന്നിട്ട് കാര്യം എഴുതിയിടുന്ന പോലെ അല്ല, അതല്ല വിഷയം. അതുപോലെ ചില വലിയന്മാർ ഇതൊക്കെ ചെയ്യണത്, അതാണ് പണി മേടിക്കുന്നത്. അതല്ല, ഉടമ്പടിയോട് കൂടി ഒരു ബെറീത്ത് ഉണ്ടാകുന്നു നിങ്ങളുമായിട്ട്. ഒരു റിലേഷൻ, അതാണ് സംഭവം. കവനൻ്റ് എന്ന് പറഞ്ഞാൽ പോലും ഒക്കത്തില്ല, അത് ഇംഗ്ലീഷുകാരൻ്റെ വാക്കാണ്. ഇതൊരു ബെറീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷനാണ് ഉണ്ടാകുന്നത്. ആരുമായിട്ട്? നീയും നിൻ്റെ ദൈവവുമായിട്ട്. ആ റിലേഷനിൽ നമുക്ക് എന്തും ചെയ്യാം. റിലേഷനാണ് നിങ്ങൾ എപ്പോഴും ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്താണ്? റിലേഷൻ. അതാണ് അച്ഛൻ എപ്പോഴും സീരിയസ് ആയിട്ട്, ഞാൻ അങ്ങനെ ജോലി അങ്ങനെ പറയാറില്ലല്ലോ, സീരിയസ് ആയിട്ടല്ലേ സംസാരിക്കത്തുള്ളൂ. എല്ലാ കാര്യവും കഥ പോലും പറയത്തില്ല, സുഖിപ്പിക്കത്തില്ല, സന്തോഷിപ്പിക്കത്തില്ല, വളരെ അറഗൻ്റായിട്ടാണ് പോണത്. കാര്യം റിലേഷൻ ബേസ്ഡ് പ്രെയറാണിത്. ഇത് നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ പോലും നമ്മൾ സൂക്ഷ്മതയോടെ, ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ എന്താ പറയേണ്ടതെന്ന് ഞാൻ ഇന്ന് രാത്രി മുതൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. അടുത്ത ആഴ്ചയിൽ എന്താണ് ഈശോ പറയാൻ പോണത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴായാലും വെളുപ്പിന് ചിലപ്പോൾ 3 മണിക്കായിരിക്കും മെസ്സേജ് വരണത്. അപ്പോൾ 3 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ നേരത്തെ കിടക്കണ കാരണം എനിക്ക് 3 മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ നേരം ഈ അച്ഛന്മാരുടെ പുസ്തകം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പഠിക്കേണ്ട കാന നമസ്കാരമുണ്ട്, അതിരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ ബൈബിൾ വായിക്കും. അപ്പോൾ ഇതൊക്കെ ഈ സമയത്തെല്ലാം നിശബ്ദ സമയമാണ്. എന്താ കാര്യം? നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് ആൻസറുണ്ട്. അത് നമ്മൾക്കൊന്ന് കിട്ടണം, വചനത്തിലായാലും നമുക്കൊന്ന് കിട്ടണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നതോടുകൂടി ദൈവമായിട്ടൊരു ബെറീത്തിൽ വരികയാണ്. എന്ന് വെച്ചാൽ റിലേഷനിൽ വരികയാണ്, അല്ലേ? ഇപ്പോൾ റോഡ് പണിത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷയും ഓടിക്കാം, ലോറിയും ഓടിക്കാം, എന്ത് വേണം ചെയ്യാം. റോഡാണ് പ്രശ്നം. എത്ര വണ്ടി വാങ്ങിച്ചാലും റോഡില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുക. റോഡാണ് പ്രോബ്ലം. ഈ കവനൻ്റെ വർക്ക് ചെയ്യണത് ഒരു റോഡായിട്ടാണ്. എന്നുവെച്ചാൽ ഒരു സ്ഥലത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് റോഡ്. അതാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ വെച്ചില്ല എന്ന് വിചാരിച്ചാൽ അയ്യോ വീട്ടിൽ ചെല്ലുമ്പോൾ ഓർക്കും, അയ്യോ അതുകൂടി വെക്കേണ്ടതായിരുന്നു. വേണ്ട, നിങ്ങൾ ഓർത്താൽ മതി, അമ്മ ഇങ്ങനെ കൂടി ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, അതാണ് വിഷയം. ഞങ്ങളെപ്പോഴും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. എന്നുവെച്ചാൽ ഉടമ്പടി, ഇപ്പം തന്നെ ഉടമ്പടിയിൽ ഉപ്പില്ലേ? അപ്പോൾ ഉപ്പ് അമ്മ എഴുതാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഉപ്പിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. കർത്താവ് പറഞ്ഞ കാര്യം മാത്രം അറിയാം, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്ന്, പിന്നെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഉടമ്പടിയുടെ ബൈബിൾ പറയണത് ഉടമ്പടിയുടെ ഉപ്പെന്നാണ് പറയണത്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, ഉടമ്പടിയുടെ ഉപ്പ്. ഉടമ്പടിയുടെ കൂടെ ഉള്ളതാണ് ഉപ്പ്. അപ്പം പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ 2:13, ലേവ്യ 2:13, ഉടമ്പടിയുടെ ഉപ്പ് നീ കളയരുത്. ഉപ്പ് കളയാൻ സാധ്യതയുണ്ട്, അതാണ് വാക്ക്. ഉടമ്പടിയുടെ ഉപ്പ് നീ കളയരുത്. ഇപ്പോൾ ഈശോ തന്നെയാണെങ്കിലും പറഞ്ഞത് എന്താണ് ഉപ്പെന്ന് പറയുമ്പോൾ ഇതൊരു ബേസിക്കായിട്ട് ഉപ്പ് എന്താ? പ്രിസർവേറ്റീവാണ്, അല്ലേ? ബേസിക്കായിട്ട് ഉപ്പ് എന്താ? പ്രിസർവേറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് നമുക്ക് വെക്കത്തില്ലേ? എന്തൊക്കെ നാരങ്ങ വെക്കും, അല്ലേ? അതുപോലെ തന്നെ മാങ്ങ ഉപ്പിട്ട് വെക്കും, മത്സ്യം ഉപ്പിട്ട് വെക്കും. പണ്ടൊക്കെ ഇറച്ചി ഉപ്പിട്ട് വെക്കുമായിരുന്നു. ഉണക്ക ഇറച്ചിയൊക്കെ ആൾക്കാർ ഉപയോഗിക്കും, ഇപ്പോൾ ഉപയോഗിക്കണില്ലെന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പ്രിസർവേറ്റീവാണ് ഉപ്പ്. ഉപ്പ് പ്രിസർവേറ്റീവ് സംരക്ഷിക്കുന്നതാണ്. ഉടമ്പടിയുടെ ഉപ്പെന്ന് പറയുമ്പോൾ ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഘടകമാണ്, അതാണ് വിഷയം.
ഉടമ്പടിയുടെ ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ലെവ്യ 2:13 ഉടമ്പടിയുടെ ഉപ്പ് നീ കളയരുത് എന്ന വചനം. ഉടമ്പടിയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഘടകമാണ്. അതാണ് പ്രശ്നം. ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഘടകം എന്താ? വിശ്വസ്തതയാണ്, വിശ്വാസമല്ല. ഈ വിശ്വസ്തതയാണ്. നിങ്ങൾക്ക് ഉപ്പ് തരികയില്ല. ഇവിടുന്ന് ഉപ്പ് തരുന്നതിൻ്റെ കാരണം നിങ്ങളെ ഉപ്പിനെക്കുറിച്ച് ദൈവവുമായിട്ട് നിങ്ങളെടുത്ത ദൈവവുമായിട്ട് നിങ്ങളെടുത്ത റിലേഷൻ, ഉടമ്പടി, അതിൻ്റെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പ് നിങ്ങൾക്ക് തരണത്. എന്തിനാണ് ഉപ്പ് തന്നിരിക്കുന്നത്? അല്പം തരത്തുള്ളൂ, ഒരു ഡെപ്പിലാക്കി തരത്തില്ലേ. അപ്പം അത് ഉപയോഗിക്കുമ്പോൾ നീ ആത്മശോധന ചെയ്യണം. ഞാനിപ്പോഴും റിലേഷനിലാണോ എന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ഞാനിപ്പോഴും ദൈവത്തോടെ റിലേഷനിലാണോ? അത് എന്താ വെച്ചാൽ വിശ്വസ്തതയിലാണോ? ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ ഉപ്പായ ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തുന്ന വിശ്വസ്തത എന്ന ഗുണത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വസ്തത എന്ന ഗുണത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഈശോയും പറയാം, അതായത് വിശ്വസ്തത, അതായത് ഇത് കളയരുതെന്ന് പറയുക. എന്താ കാര്യം? നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വസ്തത, ദൈവത്തോടുള്ള റിലേഷൻ, സ്നേഹമെന്ന് നമുക്ക് അർത്ഥമുണ്ട്. അത് നിലനിൽക്കട്ടെ. 9:49 മർക്കോസിൻ്റെ സുവിശേഷം 9:49, 50 വചനങ്ങളിലെ നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ. എന്നുവെച്ചാൽ നിങ്ങളെ വിശ്വസ്തത ഉണ്ടായിരിക്കട്ടെ, നിങ്ങളിൽ ദൈവസ്നേഹത്തിൽ പച്ചകടാതെ നിൽക്കട്ടെ. ദൈവസ്നേഹം ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവ് ദൈവമേ, ഞങ്ങളിൽ ദൈവസ്നേഹം, ദൈവത്തോടുള്ള വിശ്വസ്തത പച്ചക്കെടാതെ നിലനിൽക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങയോടുള്ള വിശ്വാസവും സ്നേഹവും വിശ്വസ്തതയും എന്നെ വർദ്ധിപ്പിക്കണമേ. ഓ ദിവ്യമാ സ്നേഹം. പ്രിയമുള്ളവരെ, അച്ഛനിങ്ങനെ ഇടയ്ക്ക് നിങ്ങളോട് പാടിക്കും, നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യും. അതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പ്രശ്നം? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലവ് ലെവൽ വർദ്ധിപ്പിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവമായിട്ടുള്ള പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹവും വർദ്ധിക്കും. ഞാൻ എന്തിനാണ് അങ്ങനെ നിങ്ങളുടെ ആ ലവ് ലെവൽ വർദ്ധിപ്പിക്കുന്നത്? ആ ലെവലിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ രോഗസൗഖ്യങ്ങൾ നടക്കും. അതാണ് വിഷയം. അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ രോഗസൗഖ്യത്തിലേക്ക്, പക്ഷെ നിങ്ങൾക്കത് അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഈ ഓരോ പാട്ടും പാടുമ്പോൾ അത് പാടിക്കൊണ്ടിരിക്കും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് അറിയണം. അതിപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കൂടുന്നവരായാലും ആ ധ്യാനത്തിൻ്റെ രീതികൾ അറിയണം. അതായത് ഓരോ പാട്ട് പാടുമ്പോഴും നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ സ്നേഹത്താൽ നിറക്കണമേ, എൻ്റെ ഹൃദയത്തെ വിശ്വാസത്താൽ നിറക്കണമേ. പിന്നെ പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ കൂടെ എൻ്റെ വരത്തും ഇടത്തുമൊക്കെ ഇരിക്കുന്നവരെ അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും വർദ്ധിപ്പിക്കണമേ. എൻ്റെ കൂടെ വലത്തും ഇടത്തുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസ നിലവാരത്തെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് ദൈവസ്നേഹത്തിലെ ദൈവസാന്നിധ്യത്തിലെ സൗഖ്യം അനുഭവിക്കുവാൻ സാധിക്കണമേ.
പ്രസാദിക്കണമേ. സ്തുതിക്കട്ടെ, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ മഹത്വം. രോഗികളെ ഇപ്പോഴും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്ത് രോഗമായാലും. ഇപ്പം അച്ഛൻ ഈശോ കാണിച്ചു തരുന്നതെല്ലാം വിസർപ്പ രോഗങ്ങളാണ്, സോറിയാസിസ് രോഗങ്ങളാണ്. അവരെ നെഞ്ചിലൊക്കെ ഇങ്ങനെ കൂമ്പി മുതുകലൊക്കെ ഇങ്ങനെ പരുപരുത്തൊക്കെ വരുന്ന രോഗങ്ങളില്ല, ത്വക്ക് രോഗങ്ങളൊക്കെ കാണും. പക്ഷേ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈശോ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു രോഗം തന്നെ ആയിരിക്കത്തില്ല സൗഖ്യപ്പെടുന്നത്. അതുകൊണ്ട് ഉദരരോഗികൾ ഉദരത്തിലും, നെഞ്ചിൽ ശ്വാസകോശ രോഗിയുടെ ശ്വാസകോശത്തിലും, വാതരോഗികളാണെങ്കിൽ മുഴുവനും പൊതിഞ്ഞ് ശരീരം പൊതിഞ്ഞും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് 10,000 സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അൾത്താരയിൽ നടക്കുന്ന ആരാധനയുടെ ദൈവിക നിമിഷങ്ങളിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഞാനിപ്പോൾ ഒരു കുടുംബത്തെ എൻ്റെ മനസ്സിൽ കണ്ടത്. ഈ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? ഭാര്യയും ഭർത്താവും തമ്മിൽ കുറേ നാൾ ജീവിച്ചതാണ് കേട്ടോ. 2 മക്കളൊക്കെ ഉള്ളതാണ്, വലിയ മക്കളൊക്കെ ഉള്ള, ഒരുവിധം കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളുള്ളതാണ്, പ്രായമായ മക്കളൊക്കെ ഉള്ളത്. പക്ഷെ ഇവർ തമ്മിൽ പിരിഞ്ഞ്, എന്നിട്ട് ഇവരുടെ മക്കളൊക്കെ ഇപ്പോഴും വേറെ രീതി വഴിയാധാരമായി ഓരോരോ തോന്നിയവാസന റിലേഷനിലൊക്കെ അകപ്പെട്ടിട്ട് ആർക്കും ആകെയും രക്ഷപ്പെടുത്താതെ ഇരുട്ട് പിടിച്ച കുടുംബം. പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ലാത്ത, മനസ്സ് തോന്നാത്ത, വിശ്വാസം കുറഞ്ഞിട്ടുള്ള ഒരവസ്ഥ. ഇത് ഇങ്ങനെ വന്നിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഒത്തിരി. അതാണ് ഇപ്പോൾ ഈശോ കാണിക്കുന്നത്. അച്ഛനോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അത്ര സങ്കടം ഉണ്ടെങ്കിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എവിടെയായാലും ഓൺലൈനായാലും പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇതുപോലെ തകർന്ന കുടുംബങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ, ഒരുമിച്ച് താമസിച്ചിട്ടും അതിന്റെ സന്തോഷവും മാനസിക പൊരുത്തവും അനുഭവിക്കാത്ത കുടുംബങ്ങളെ, കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയവരെ, അവരുടെ വഴികളിലെ വഴിപിഴച്ചു പോയ അവസ്ഥകളിലെ അകപ്പെട്ടു പോയവരെ, അമ്മേ പരിശുദ്ധ അമ്മേ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും നൽകിക്കൊണ്ട് രോഗത്തിന്റെ എല്ലാ അവസ്ഥകളെയും മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഉള്ള തീരുമാനത്തെ തിരിച്ചറിയിച്ചുകൊണ്ട് അനേക ആയിരങ്ങളെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കും. ദൈവമേ, എല്ലാ മക്കളും ഇതുപോലെ വേദനയില് ബന്ധനങ്ങളിലെ മ്ലാനതകളിലെ എല്ലാ തരത്തിലുള്ള ക്ഷമതകളിലെ അകപ്പെട്ട മക്കളെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിൽ, അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഈ നിമിഷം ആരാധന നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ. അതായത് ഇപ്പോൾ അരികിൽ വരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പാടുകയാണ്. ഇവിടെ ഉടമ്പടിയുടെയൊക്കെ ഒരു രീതി, ഉടമ്പടിയുടെ ഒരു പാക്കേജിലുള്ളതാണ് ഈ അരികിൽ വരവെന്ന് പറയുന്നത്. അൾത്താരയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിലേ അതിന് കൃത്യമായിട്ടുള്ള തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അതിൻ്റെ മരിയൻ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, കവനൻ്റെ തിയോളജി ഉണ്ടാവും. എല്ലാം കറക്റ്റായിട്ടുള്ള സംഭവം. അല്ലാതെ നിങ്ങൾക്കൊരു തെറ്റ് പറ്റുകയോ വിശ്വാസത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുകയോ ഒന്നും ചെയ്യത്തില്ല. അരികിൽ വരണമേ എന്ന് വെച്ചാൽ ബൈ പ്രസൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന്. പക്ഷേ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും ഈശോ ചോദിക്കും, ഡു യു മീൻ ഇറ്റ്? ഇവിടെ വെച്ചാണ് അനുഭവം. എന്തുകൊണ്ട് അനുഭവം ഇല്ലാത്തതെന്ന് അറിയാം. ചിലർക്കെങ്കിലും അനുഭവം ഇല്ലാത്ത എന്താ അറിയാമോ? ദേ ആർ നോട്ട് മീനിങ് ഇറ്റ്. പലർക്കും ദൈവാനുഭവം ഇല്ലാത്തതിന് അല്ലതോ ദൈവാനുഭവം ഉണ്ടാകുന്നതിനുള്ളൊരു കുറുക്ക് വഴി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈശോ എന്നാ ചോദിച്ചത് 10:25 ലൂക്കാൻ്റെ സുവിശേഷം എന്നാ പറയണത്? അതായത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യനാണ് വിഷയം. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് വെച്ചാൽ, നിയമം എന്ന് വെച്ചാൽ വചനം അല്ലേ? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ
വായിക്കുന്നു. അതാ പ്രശ്നം. അതാ രണ്ടാമത്തെ ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ല, അത് കർത്താവിൻ്റെ സ്ഥലത്താണ്. സെക്കൻഡ് പാർട്ട് നമ്മുടെ കയ്യിലായിരിക്കണത്. നിയമത്തിൽ എഴുതിയിരിക്കണ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കണ കാര്യമല്ലേ. കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മളത് എങ്ങനെ റിസീവ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മളത് റിസീവ് ചെയ്യാനുള്ള നമ്മുടെ പ്രൊപ്പോർഷൻ എന്താണ്, ഇവിടെയാണ് നമ്മുടെ കപ്പാസിറ്റി വരുന്നത്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കപ്പാസിറ്റി. കാര്യം എപ്പോഴും നിങ്ങൾ ഓരോ ദിവസത്തെ കവനൻ്റ് കഴിയുമ്പോഴും പ്രെയർ കഴിയുമ്പോഴും നിങ്ങൾ നിലവാരത്തെക്കുറിച്ചൊരു ഇൻട്രോസ്പെക്ഷൻ, ഒരു ആന്തരിക വിചാരം ഉണ്ടാകണം. എൻ്റെ കപ്പാസിറ്റി കൂടിയോ? ഇതിൻ്റെ 2 പോളാണ്. 2 പോളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടുണ്ട് ഇതിന്. ഒന്ന് ദൈവത്തിൻ്റെ പാർട്ടാണ്. ദൈവത്തിൻ്റെ പാട്ടിന് കുറ്റമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ സെക്കൻഡ് പാർട്ട് നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മളെ ബാധിക്കണം, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. പിടിയില്ലേ, നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ നിങ്ങൾ പറയും ടാപ്പ് തുറന്നിട്ട് വെള്ളം വരണില്ല, വെള്ളം തരുന്നത്. അപ്പം നിങ്ങൾ ഉടനെ വാട്ടർ അതോറിറ്റി വിളിച്ച് പറയും. അപ്പോൾ പറയും ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾ വെള്ളം വിട്ടല്ലോ, നിങ്ങൾ കിട്ടാത്ത നിങ്ങൾ ടാപ്പ് പോലെ പ്രശ്നം ഉണ്ടാകുന്ന നോക്കാൻ പറയും. അതാണ് പ്രോബ്ലം. 2 പാർട്ടുണ്ട്. വെള്ളം വിട്ടിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടണ്ടേ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. അതാണ് ഈശോ ചോദിക്കുന്നത്. നിയമത്തിൽ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, നീ അത് എങ്ങനെയാണ് വായിച്ച് കുളവാക്കിയിരിക്കണമെന്നാണ് ചോദിക്കുന്നത്. എന്താ സംഭവം? അത് നിൻ്റെ കാര്യമാണ്. അത് നമ്മൾ അവിടെ മെയിൻ്റെനൻസ് എപ്പോഴും ആവശ്യമുള്ള ഭാഷ. അതായത് ദൈവാനുഭവത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പാർട്ടിൽ മെയിൻ്റെനൻസ് എപ്പോഴും വേണം. ചിലപ്പോൾ വിശ്വസ്തതയുടെ കാര്യത്തിൽ ചിലപ്പോൾ വീണുപോയി കാണും, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞില്ലേ, ഉപ്പൊരു പ്രിസർവേറ്റീവാണ്. അത് എവർലാസ്റ്റിംഗ് കവനൻ്റ് എന്നാണ് എൻ്റെ അർത്ഥം.